18-ന് ഗോവയ്ക്കെതിരെയുള്ള മാച്ച് കഴിയുന്നതോടെ നമ്മുടെ ISL ക്യാമ്പയിൻ അവസാനിക്കും. ഈ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തേക്കാൻ സാധിക്കും എന്നൊരു സാധ്യതയല്ലാതെ കാര്യമായിട്ട് ഈ മാച്ചിന്റെ റിസൾട്ട് നമ്മളെ ബാധിക്കില്ല. പക്ഷെ നമ്മുടെ പ്ലേയേഴ്സിന് ഈ മാച്ച് വളരെ ക്രൂഷ്യലാണ്. കാരണം പലരും കോൺട്രാക്റ്റിന് വേണ്ടിയാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ സീസണിലെ ലാസ്റ്റ് മാച്ചിൽ നല്ലൊരു പെർഫോമൻസ് കൊടുത്താൽ അവർക്ക് അടുത്ത സീസൺ നമുക്കൊപ്പം തുടരാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോകാനാണെങ്കിലും ഗുണമാകും. എന്നാൽ ഇത്തവണ ISL അവസാനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത സീസൺ അധികം ഗ്യാപ്പില്ലാതെ ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. 2026 ഡൂറൻ കപ്പിന് ഫെഡറേഷൻ വിൻഡോ നൽകിയിട്ടുള്ളത് ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെയാണ്. ഡൂറൻ കപ്പിന്റെ ഓർഗനൈസേഴ്സ് ഇതിനോടകം തന്നെ ക്ലബ്ബുകളുമായിട്ട് ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. സോ ISL കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്ലബ്ബുകൾ അടുത്ത സീസണിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് നോർമൽ സാഹചര്യത്തിൽ. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് അടുത്ത സീസൺ ISLന്റെ കാര്യത്തിൽ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് ക്ലബ്ബുകൾ അടുത്ത സീസണിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയില്ല. നിലവിൽ ക്ലബ്ബുകൾക്ക് ISLന്റെ 90% കൺട്രോൾ ഏറ്റെടുത്ത് ISL നടത്താൻ വേണ്ടി ഫെഡറേഷന് അവർ പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. മെയ് 22-ന് അതുമായി ബന്ധപ്പെട്ട് ഫെഡറേഷനും ക്ലബ്ബുകളുമായിട്ട് ചർച്ചകൾ നടക്കും. അതിന്റെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. പക്ഷേ ISL കഴിഞ്ഞാൽ അധികം ഗ്യാപ്പില്ലാതെ ഇന്ത്യൻ ഫുട്ബോൾ സീസൺ 2026-27 സ്റ്റാർട്ട് ചെയ്യും. 2026 ഡൂറൻ കപ്പ് വിൻഡോ ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 15 വരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്.